നെടുമങ്ങാടൻ വ്ളോഗ്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലത്തിൻ്റെ കണ്ണുകൾക്ക് മായ്ക്കാനും മറയ്ക്കാനും കഴിയാത്ത വിജ്ഞാന പൈതൃകത്തിൻ്റെ ചില തിരുശേഷിപ്പുകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. ചരിത്രാന്വേഷണ കുതുകികളായ നമുക്ക് അതിലേക്ക് ഒരു എത്തിനോട്ടം നടത്താം. പ്രധാനമായി കാണുന്നത് ശാലകളാണ്. പല പല ശാലകളെക്കുറിച്ചും നാം കേട്ടിട്ടുണ്ട്. എന്താണ് ശാലകൾ? ശാലകളുടെ ആവിർഭാവം എങ്ങനെ? ആരാണ് അവ സ്ഥാപിച്ചത്? എന്താണ് അതിൻ്റെ ലക്ഷ്യം? ഇതൊക്കെ നാം അന്വേഷിച്ചറിയേണ്ടതുണ്ട്. വിദ്യാഭ്യാസത്തിൽ ബൗദ്ധരെ അനുകരിച്ചുകൊണ്ട് ശാലകൾ നിർമ്മിക്കാൻ ബ്രാഹ്മണർ രാജാക്കന്മാരെ നിർബന്ധിച്ചതിൻ്റെ ഫലമായാണ് ശാലകൾ ഉദയം ചെയ്തത്. ക്ഷേത്രങ്ങളോടനുബന്ധിച്ചാണ് ശാലകൾ നിർമ്മിക്കപ്പെട്ടത്. കാന്തളൂർ ശാല, പാർത്ഥിവപുരം ശാല, മൂഴിക്കുളം ശാല, തിരുവല്ലഭശാല, ശ്രീവല്ലഭ പെരുംശാല തുടങ്ങിയവ അക്കൂട്ടത്തിൽ പെടുന്നു. AD 866 ആയി രാജാവായ കരുനന്തടക്കനാണ് പാർത്ഥിവപുരം ശാല നിർമ്മിച്ചത്. ക്ഷേത്രത്തിൻ്റെയും ശാലയുടെയും നടത്തിപ്പിനായി വളരെയേറെ ഭൂമി ദാനമായി നൽകിയിരുന്നു. AD 862 വരെ പാണ്ഡ്യരാജ്യം ഭരിച്ചിരുന്ന ശ്രീവല്ലഭനോ ശ്രീവല്ലഭ ബിരുദധാരിയായ കരുനന്തടക്കനോ ആയിരിക്കണം ശ്രീവല്ലഭ പെരുംശാല നിർമ്മിച്ചത്. കാന്തളൂർ ശാലയുടെ മാതൃകയിലാണ് പാർത്ഥിവപുരം ശാല നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ കാന്തളൂർ ശാല ഉണ്ടായിരുന്നു എന്ന് വേണം കാണാം. ആയി രാജാക്കന്മാർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേദാധ്യയനത്തിനായി സ്ഥാപിച്ച ശാലകളിൽ ഏറ്റവും പ്രശസ്തമായത് ദക്ഷിണ നളന്ദ എന്ന പേരിൽ അറിയപ്പെടുന്ന കാന്തളൂർ ശാലയാണ്. മൺമറഞ്ഞു പോയ ആ മഹാശാലയുടെ ചരിത്രവും തിരുശേഷിപ്പുകളും അന്വേഷണാത്മകമാണ്. വിഴിഞ്ഞത്തിൻ്റെ അന്നത്തെ തുറമുഖ നഗരമായ വല്യശാല എന്ന സ്ഥലത്തെ കാന്തളൂർ ക്ഷേത്രത്തിൻ്റെ അകത്തളങ്ങളിൽ ആ മഹാശാലയുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നു. കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ ആ വിദ്യാകേന്ദ്രം ചാല, ആര്യശാല, വല്യശാല എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കും. വിഴിഞ്ഞം മുതൽ വല്യശാല വരെ എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. വിഴിഞ്ഞത്തും പരിസരത്തും തിരുശേഷിപ്പുകൾ കാണാം. ഒരു റോക്ക് കേവ് ടെമ്പിളും ഒരു ഭഗവതി ക്ഷേത്രവും പ്രതിഷ്ഠയില്ലാത്ത ഒരു ക്ഷേത്രവും അവിടെ കാണാം. പ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രത്തിൻ്റെ 2 ശ്രീകോവിലുകൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ഇന്ന് അവിടെ കാട് മൂടിക്കിടക്കുകയാണ്. 9-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് 14-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ പ്രസിദ്ധി ആർജിച്ചിരുന്ന വൈജ്ഞാനിക കേന്ദ്രമായിരുന്നു കാന്തളൂർ ശാല. ഗുരുകുലം സമ്പ്രദായം അനുസരിച്ചായിരുന്നു വിദ്യ അഭ്യസിപ്പിച്ചിരുന്നത്. വിദ്യാർത്ഥികൾ അവിടെ തന്നെ താമസിച്ചു പഠിക്കണം. കർശനമായ ചിട്ടകളായിരുന്നു അവലംബിച്ചിരുന്നത്. വേദാധ്യയനത്തിനും ആയുധാഭ്യാസത്തിനും പ്രാധാന്യം കൊടുത്തിരുന്നു. കയ്യിൽ ആയുധമേന്തി വിദ്യാർത്ഥികൾ പുറത്തു പോകാൻ പാടില്ല, സ്ത്രീ ജീവനക്കാർ പാടില്ല, വിദ്യാർത്ഥികളെ അടിക്കാൻ പാടില്ല എന്നൊക്കെ നിബന്ധനകൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലും കാരണവശാൽ ജീവനക്കാർ വിദ്യാർത്ഥികളെ അടിച്ചാൽ ജീവനക്കാരനും വിദ്യാർത്ഥിയും പിഴയൊടുക്കേണ്ടി വരും. ജീവനക്കാരന് ഭക്ഷണവും ശമ്പളവും കിട്ടില്ല. അതായിരുന്നു അന്നത്തെ രീതി. വേദാധ്യയനത്തിനും ആയുധാഭ്യാസത്തിനും പുറമെ 64 വിജ്ഞാന ശാഖകൾ പഠിപ്പിച്ചിരുന്നതായി കാണുന്നു. മഹനീയവും മാതൃകാപരവുമായിരുന്നു വിദ്യാഭ്യാസ രീതി. സംസ്കൃത സാഹിത്യകൃതിയായ കുവലയമാലയിൽ വിജയപുരി എന്ന് പരാമർശിക്കുന്നത് കാന്തളൂർ ശാലയെക്കുറിച്ചാണ്. വൈദ്യം, ശാസ്ത്രം, വേദം, ജ്യോതിശാസ്ത്രം, സംഗീതം, നൃത്തകല, ചിത്രകല, രാഷ്ട്രതന്ത്രം, അർത്ഥശാസ്ത്രം തുടങ്ങി വൈവിധ്യമാർന്ന വിഷയങ്ങൾ ഇവിടെ പഠിപ്പിച്ചിരുന്നു. കലയും സംസ്കാരവും ചരിത്രവും സംരക്ഷിക്കുന്നതിനായി സ്വീകരിക്കുന്ന മാതൃക അവലംബിച്ചിരുന്ന ഈ വിദ്യാകേന്ദ്രം ലോകപ്രശസ്തങ്ങളായ കൊർദോവ യൂണിവേഴ്സിറ്റിക്കും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്കും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്കും മുമ്പ് തന്നെ ഉണ്ടായിരുന്നതായിട്ടാണ് കാണുന്നത്. കൃത്യമായ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇവിടെ സ്വീകരിച്ചിരുന്നത്. ഗുരുകുല സമ്പ്രദായം അനുസരിച്ച് വേദാധ്യാപനം നടത്തിയിരുന്ന ആചാര്യന്മാരുടെ അഗ്രഹാരങ്ങൾ ഇന്നും വല്യശാലയിൽ കാണപ്പെടുന്നുണ്ട്. അന്ന് വല്യശാലയെ പെരിയശാലൈ എന്നാണ് വിളിച്ചിരുന്നത്. അഗ്രഹാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന റോഡിൻ്റെ മധ്യഭാഗത്തായി ഒരു ഗണപതി ക്ഷേത്രം കാണാം. ആചാര്യന്മാർ ഗണപതിയെ തൊഴുതു പ്രാർത്ഥിച്ചിട്ടാണ് വേദാധ്യാപനം നടത്തിയിരുന്നത്. ആ ക്ഷേത്രം ഇന്നും അവിടെ കാണുന്നുണ്ട്. വിഴിഞ്ഞത്തിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് കാന്തളൂർ സൈനിക താവളമാക്കി. ആയുധ നിർമ്മാണത്തിനും പരിശീലനത്തിനും പ്രത്യേകം കേന്ദ്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു. മറ്റു രാജ്യക്കാർക്ക് വേണ്ടിയും ആയുധങ്ങൾ നിർമ്മിച്ചു നൽകിയിരുന്നതായി കാണുന്നു. കളരി എന്ന ആയോധനമുറ പരിശീലിക്കുന്നതിനായി അന്യരാജ്യങ്ങളിൽ നിന്ന് പോലും യോദ്ധാക്കൾ ഇവിടെ എത്തിയിരുന്നു. പല രാജ്യക്കാർക്കും സൈനിക മേധാവികളാകണമെങ്കിൽ കാന്തളൂർ ശാലയിൽ വിദ്യ അഭ്യസിക്കണമെന്ന അലിഖിത നിയമം തന്നെ അക്കാലത്തുണ്ടായിരുന്നു.
നായർ പടയാളികൾക്കും പല രാജ്യങ്ങളിലേക്ക് അയക്കുന്നതിനായുള്ള ചാരന്മാർക്കും ഇവിടെ പരിശീലനം നൽകിയിരുന്നതായി പറയപ്പെടുന്നു. വിഴിഞ്ഞം മുതൽ തിരുവനന്തപുരം വലിയശാല വരെയുള്ള പ്രദേശങ്ങളുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രാചീന വിദ്യാപീഠം ഒരു പ്രധാന വാണിജ്യ കേന്ദ്രം കൂടിയായിരുന്നു. ചീനക്കാരുടെയും അറബികളുടെയും പായ്ക്കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട് കിടന്നിരുന്നു എന്നും കാണുന്നു. ലോകപ്രശസ്തമായ ഏതു രാജ്യത്തോടും കിടപിടിക്കുന്ന സൗകര്യങ്ങളും സമ്പത്തും അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. കിള്ളിയാറിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ശംഖുമുഖം വരെ കൊച്ചാറിൻ്റെ കരയിലൂടെ 924 കൊച്ചാർ റോഡ് നിർമ്മിക്കപ്പെട്ടിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മതീർത്ഥത്തിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത് കൊച്ചാറിലൂടെ ആയിരുന്നു. കൊച്ചാറിലൂടെ ജലഗതാഗതം നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. കപ്പൽ നിർമ്മാണം നടത്തിയിരുന്നതായി ചരിത്രരേഖയിൽ കാണപ്പെടുന്ന സ്ഥലം വലിയശാലയാണെന്നതിന് തെളിവുകളുണ്ട്. സ്ഥലനാമചരിത്രത്തിൽ കാന്തളൂർ ശാല വലിയശാല കാന്തളൂർ മഹാദേവ ക്ഷേത്രത്തോടനുബന്ധിച്ചാണെന്നും സൂചനയുണ്ട്. 1200 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിനും ശാലയ്ക്കും ഇന്ന് പൗരാണികത പേരിനു മാത്രമേ ഉള്ളൂ. പാർത്ഥിവപുരം ശാല പരിരക്ഷിക്കുന്നത് പോലെ കാന്തളൂർ ശാല സംരക്ഷിക്കപ്പെടുന്നില്ല. പുരാവസ്തു വകുപ്പ് ജനമൈത്രി പദ്ധതിയിൽ ആരംഭിച്ച പൈതൃക ഗ്രാമ പദ്ധതി തുടക്കത്തിൽ തന്നെ നിലയ്ക്കുകയാണുണ്ടായത്. അതിനാൽ ആ വഴിക്കും കാന്തളൂർ ശാലയ്ക്ക് അർഹമായ സ്ഥാനം ലഭിച്ചില്ല. കാലാനുസൃതമായ നവീകരണം നടക്കുമെന്ന് പറയപ്പെടുന്നു. എന്തായാലും ആയുധാഭ്യാസത്തിനും വേദപഠനത്തിനും മറ്റും പ്രയോജകീഭവിച്ച ശാലകൾ ബ്രാഹ്മണ മതത്തിൻ്റെ പ്രചാരത്തിനും നിലനിൽപ്പിനും സഹായിച്ച സ്ഥാപനങ്ങൾ എന്ന നിലയിൽ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഭാരത സംസ്കാരത്തിൻ്റെയും കലകളുടെയും ചരിത്രത്തിൻ്റെയും ഈടുവയ്പ്പുകളാണ് ശാലകൾ. സുദീർഘമായ ചരിത്രമുറങ്ങുന്ന കാന്തളൂർ ശാല ഒട്ടും തന്നെ വിസ്മരിക്കപ്പെടേണ്ടതല്ല. കാലത്തിൻ്റെ കൈവഴികളിലൂടെ ഒഴുകിയെത്തിയ ഈ ചരിത്രധാര സംരക്ഷിക്കേണ്ടതിൻ്റെ ബാധ്യത നമുക്കുണ്ട്.